എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് ഞാൻ ആ കാര്യം ഒന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും വർഗീയ പരാമർശം വല്ലതും ആവുമോ? എന്തോ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ലല്ലോ. എന്നാ അറിയത്തില്ല. ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് പറയുവാണ് കേട്ടോ. ഞാൻ അങ്ങനെ അല്ലാതെ ഏകപക്ഷീയമായിട്ടോ അങ്ങനെയൊന്നും പറയുമല്ല. നമുക്ക് എൻ്റെ അറിവിലുള്ള കാര്യം പറയുവാണ്. ഇന്നലെ ഞാൻ ട്രിവാൻഡ്രം തിരിച്ചു വന്ന വഴിയിട്ട് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. അവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. അവിടെയുള്ള നമ്മുടെ വീഡിയോസ് ഒരു 5-6 വർഷമായിട്ട് കാണുന്ന റെഗുലറായിട്ടുള്ള സബ്സ്ക്രൈബറാണ്. അപ്പോൾ പുള്ളി മുസ്ലിമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച്, പുള്ളിക്ക് ഡോഗിനെ വളർത്താനായിട്ട് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. പക്ഷെ വളർത്താനായിട്ട് സമ്മതിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നില്ല. പുള്ളിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഡൗട്ടായിട്ട് ചോദിച്ചതാണ്. അപ്പം ഞാനിങ്ങനെ ഒരു മുസ്ലിമാണ്, അപ്പോൾ എനിക്ക് വളർത്തണമെന്നുണ്ട്, വളർത്താവുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് അതിനകത്ത് ഞാൻ എങ്ങനെയാണ് ആൻസർ പറയുന്നത്? തീർച്ചയായിട്ടും 100% അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഡിസിഷനാണ്. അവരുടെ മതം എന്താണോ അല്ലെന്നുണ്ടെങ്കിൽ മതത്തിനകത്ത് അങ്ങനെ വളർത്തരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം എനിക്കത് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ചിട്ട് വളർത്താവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത്ര പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ റിലീജിയസ് ആയിട്ട് നിങ്ങളുടെ മതത്തിൽ അങ്ങനെ വളർത്തരുത് എന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. പറയും വളർത്തരുത് എന്നല്ല പറയുന്നത്. അപ്പോൾ ടച്ച് ചെയ്താൽ എന്ത് ഹറാമെന്നോ എനിക്ക് അറിഞ്ഞുകൂടത്. അത് എന്താണ് ഈ ഹറാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വട്ടം വാഷ് ചെയ്യണമെന്നോ അങ്ങനെ കാണുന്നതാണ് കണ്ടന്റ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആകെ ഈ ഒരു കാര്യത്തിൽ കൊടുക്കാനായിട്ട് ഒരു അഡ്വൈസേ ഉള്ളായിരുന്നു. അത് നമ്മൾ കൊടുത്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ മതത്തിൽ അങ്ങനെ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, മതമാണ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ ഡോഗിനെ ഒഴിവാക്കുക. അതല്ല, നിങ്ങൾക്ക് അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് പക്ഷേ മതത്തിന് അത്യാവശ്യം വില കൽപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ എടുത്ത് വളർത്തുക. വളർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പോ അല്ലെന്നുണ്ടെങ്കിൽ അഡ്വൈസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളതും പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ പേഴ്സണൽ ഡിസിഷനാണ്. നമ്മുടെ അടുത്ത് ഇത് ഒരാളല്ല ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മാസം മുമ്പിട്ട് 2 പേര് സബ്സ്ക്രൈബേഴ്സ്, ഹസ്ബൻഡും വൈഫും കൂടി ഇവിടെ വന്നായിരുന്നു. അവരും മുസ്ലിംസ് ആണ്. അവരുടെ വീട്ടിൽ വളർത്താൻ സമ്മതിക്കത്തില്ല. പക്ഷേ വളർത്തുന്നുണ്ട്, വഴക്കിട്ട് വളർത്തുകയാണ്. അത് ഒരു സ്ട്രീറ്റിൽ നിന്ന് ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്ത് അവർ വളർത്തുകയാണ്. അവരുടെ കാറിൽ അവർ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകും. ഇവിടെയും കൊണ്ടുവന്നായിരുന്നു. ഞാൻ വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയുണ്ട്. അത് മാത്രമല്ല, നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ തന്നെ വഴക്കിട്ട് ഫാമിലിയിൽ നിന്ന് മാറി സെപ്പറേറ്റ് ചെയ്ത് ഫ്ലാറ്റിൽ വളർത്തുന്ന ഒരു ലേഡിയുടെ കാര്യവും ഞാൻ സ്റ്റോറിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് ഒന്നും പറയാനില്ല. അതെന്ന് പറയുന്നത് അവരുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്. അവരുടെ മതം എന്തുവാണോ, ഞാൻ ഒന്നാമത് മതത്തിലധികം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല, മതം ഫോളോ ചെയ്തു പോകുന്ന ഒരാളല്ല. അപ്പോൾ എനിക്കെങ്ങനെ പറയാൻ പറ്റും നിങ്ങളുടെ മതം ശരിയാണെന്നോ തെറ്റാണെന്നോ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ അതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇത് പറഞ്ഞു, ഈ അഡ്വൈസ് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ചെറിയ പേടിയുണ്ട്. പേടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പേടി എന്തോന്ന് ചോദിച്ചു. പേടി 2 ടൈപ്പ് പേടിയാണ് ഡോഗ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാർക്ക് വരാറുള്ളത്. ഞാൻ സ്റ്റഡി ചെയ്തിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് എനിക്ക് പറയാം. ഒന്നാമത്തെ പേടിയെന്ന് പറയുന്നത് ഡോഗ് കടിക്കും മാന്തും അങ്ങനെയുള്ള പേടി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോഗ്സിൽ നിന്ന് വരുന്ന അസുഖങ്ങളില്ലേ. അസുഖങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റാബീസ് ആണ് കോമൺ ആയിട്ട് എല്ലാവരും പേടിച്ചിരിക്കുന്നത്. ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു അസുഖം എന്ന് പറയുന്നത് ഡോഗ്സ് മാത്രമല്ല, എന്നാൽ പോലും. അപ്പോൾ എന്തുവാണ് പേടിയെന്ന് ചോദിച്ചു. അപ്പോൾ പേടിയെന്ന് ചോദിച്ചപ്പോൾ അവർ കുഞ്ഞിലെ മുതലേ പുള്ളി പഠിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡോഗ്സിൻ്റെ സലൈവയിൽ ഒരുപാട് അണുക്കളുണ്ട്. അണുക്കളുള്ളത് കൊണ്ടിട്ടാണ് ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ ഇത്രയും വട്ടം കഴുകണമെന്നും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൽ മതപരമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. സയൻറ്റിഫിക്കലി അതിനുള്ള കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ അതിനകത്ത് സലൈവയുള്ള ഇതിന് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ മതപരമായിട്ട് പൂച്ചയെ ടച്ച് ചെയ്യാവോ എന്ന് ചോദിച്ചു. പൂച്ച അവർക്ക് വളർത്താവുന്ന, അതായത് പെറ്റായിട്ട് വളർത്താനായിട്ട് അനുവദിച്ചിട്ടുള്ള ആനിമലാണെന്ന് പറഞ്ഞു. ഈ ഡോഗിൻ്റെ സലൈവയിൽ എന്തൊക്കെയുണ്ടോ, അതേപോലെ ഡോഗ് നിന്ന് സ്പ്രെഡ് ചെയ്യാൻ ചാൻസുള്ള എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതെല്ലാം ക്യാറ്റിൽ നിന്നും ഉണ്ടാകാം. അപ്പോൾ ഡോഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞതുപോലെ തൊട്ടുകൂടാത്ത മൃഗമാണെന്നുണ്ടെങ്കിൽ, സയൻറ്റിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ, മതപരമായിട്ടല്ല, സയൻറ്റിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാറ്റിൽ നിന്നും ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാം. മനസ്സിലായില്ലേ? ഇതേ അണുക്കളെല്ലാം തന്നെ മനുഷ്യൻ്റെ വായിലും ഉണ്ട്. മനുഷ്യൻ്റെ വായിലെന്ന് പറയുന്നത് ഡോഗിലുള്ളതിനെക്കാട്ടിൽ 10-15 സൂക്ഷ്മ അണുക്കൾ കൂടുതലാണ്, കുറവൊന്നുമല്ല. ക്യാറ്റിനകത്തും അതേപോലെ തന്നെ ഉണ്ട്. ഇപ്പം ഈ റാബിസിൻ്റെ കാര്യമാണ് എല്ലാവരും ഈ പേടിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ഈ റാബിസ് ഉള്ള ഒരു ആനിമൽ വന്ന് ഡോഗ്സിനെ കടിച്ചാൽ മാത്രമേ ഡോഗിന് റാബിസ് ഉണ്ടാവത്തുള്ളൂ. ആ റാബിസ് ഉണ്ടായി കഴിഞ്ഞാലേ ഇതിൻ്റെ സലൈവ ഉണ്ടാവത്തുള്ളൂ.
ഇതേ ആനിമൽ, ഈ ഡോഗിനെ വന്ന് കടിച്ച അതേ ആനിമൽ പൂച്ചയെ കടിച്ചു കഴിഞ്ഞാൽ പൂച്ചയുടെ സലൈവയിലും അതുണ്ടാവും. മനുഷ്യനെ കടിച്ചാൽ മനുഷ്യന്റെ സലൈവയിലും ഉണ്ടാവും. പശുവിനെ കടിച്ചു കഴിഞ്ഞാൽ പശുവിന്റെ സലൈവയിലും ഉണ്ടാവും. ഏത് മാമലിനെ കടിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും. വവ്വാല് ഒക്കെ ഇതിന്റെ ഒരു സ്റ്റോറേജ് ആണെന്ന് കരുതുന്നു. ഇപ്പം US ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡോഗ്സിൽ നിന്ന് റാബീസ് ഉണ്ടാകുന്നത് ഭയങ്കര റയറാണ് അല്ല ഇല്ല എന്ന് തന്നെ പറയാം. ബാറ്റ് വവ്വാലുകളിൽ നിന്നാണ് 1985 മുതലുള്ള കണക്കനുസരിച്ചിട്ട് അവർക്ക് റാബീസ് കൂടുതൽ ഉണ്ടായേക്കുന്നത്. അത് 28 എങ്ങാണ്ടേ ഉള്ളൂ, 28 പേർക്കേ ഉണ്ടായിട്ടുള്ളൂ. സെക്കൻഡ് എന്ന് പറയുന്നത് ക്യാറ്റാണ്. US കാര്യമാണ് പറഞ്ഞത്, പൂച്ചകളിൽ നിന്നാണ് ഉണ്ടായേക്കുന്നത്. തേർഡായിട്ടാണ് ഡൊമസ്റ്റിക് ഡോഗ്സിലേക്ക് പോയേക്കുന്നത്. ഇന്ത്യയിൽ ഡോഗ്സ് കൂടുതലാണ്, അതുകൊണ്ടിട്ടാണ് ഡോഗിന്റെ ആക്രമണത്തിൽ നിന്ന് റാബീസ് കേസുകൾ കൂടുതലായിട്ടുണ്ടാകുന്നത്. ഡോഗ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ക്യാറ്റിന്റെ എണ്ണം നമ്മുടെ സൊസൈറ്റിയിൽ കുറയും. കാരണം നാച്ചുറലായിട്ടുള്ള അങ്ങോട്ട് പ്രൊഡേറ്ററി ആനിമലാണ്. പട്ടി കൂടുന്നിടത്ത് പൂച്ച കുറയും, ആ ഒരു രീതിയിലേ പോകത്തുള്ളൂ. പക്ഷേ കേരളത്തിലെ കണക്ക് നോക്കുക, ആന്റി റാബീസ് വാക്സിൻ എടുത്തേക്കുന്ന ഏകദേശം അതായത് RDA റൈറ്റ് ടു ഇൻഫർമേഷൻ കണക്കനുസരിച്ചിട്ട് ഡോഗിന്റെ കടിയെക്കാട്ടിൽ വളരെയധികം കൂടുതലാണ് പൂച്ചയിൽ നിന്നുള്ള കടി മൂലം വാക്സിൻ എടുത്തിട്ടുള്ളവർ. കണക്കെന്ന് പറയുന്നത് ഈ ജനുവരി മാസം മാത്രം, അതായത് കഴിഞ്ഞ ജനുവരി മാസം മാത്രം ഏകദേശം കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ഒരു മാസം മാത്രം 28,000 പൂച്ചകടിക്ക് വാക്സിൻ എടുത്തപ്പോൾ 20,000 ഡോഗിന്റെ ബൈറ്റിൽ നിന്നാണ് വാക്സിൻ എടുത്തേക്കുന്നതെന്ന് പറയുന്നത്. പട്ടികളുടെ കടിയാകുമ്പോഴത്തേന് അതൊരു ന്യൂസ് വാല്യൂ ഉണ്ട്, അങ്ങനെ കൂടുതൽ ന്യൂസ് ആവുന്നതാണ്. എല്ലാ വർഷവും 2017 മുതലുള്ള ഡോഗ് വേഴ്സസ് ക്യാറ്റ് അറ്റാക്കിന്റെ കംപ്ലീറ്റ് ഡാറ്റ ഉണ്ട്. ആ ഡാറ്റയ്ക്കകത്തെല്ലാം ക്യാറ്റിന്റെ അറ്റാക്ക് എന്ന് പറയുന്നത് ഡോഗിന്റെ അറ്റാക്കിനെക്കാട്ടി കൂടുതലാണ്. വാക്സിനേഷൻ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് പറയുന്നത്, അത്രയും വാക്സിൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ക്യാറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സലൈവയില് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ആനിമൽ ആണെന്നുണ്ടെങ്കിൽ വാക്സിൻ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഡോഗ്, ക്യാറ്റ് എല്ലാത്തിനും ആണെന്നുണ്ടെങ്കിൽ സലൈവയില് പറഞ്ഞതുപോലെ തന്നെ ഈ റാബിസിന്റെ നമ്മുടെ സലൈവയിൽ നോർമലി ഒന്നും കാണത്തില്ല കേട്ടോ. നോർമലി കാണത്തില്ല എന്ന് മാത്രമല്ല, ഒരു കടിയേറ്റാൽ മാത്രമേ ഇതിനെല്ലാത്തിനും ഉണ്ടാകുള്ളൂ. റെയറായിട്ടുള്ള ഡിസീസാണ്. പിന്നെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് അങ്ങനെ ഒരു ഭയങ്കര ഇതായിട്ട് നമ്മൾ കാണുന്നതും അങ്ങനെ പ്രിക്കോഷൻ എടുക്കുന്നതുമാണ്. അപ്പം ക്ലിയർ ആയല്ലോ. സയന്റിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂച്ചയെ വളർത്താമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോഗിനെയും അതേ ഇമ്പോർട്ടൻസ് വളർത്താം. ഡോഗിനെ തൊട്ടിട്ട് നിങ്ങൾ ഒരുപാട് വട്ടം കഴുകണം എന്ന് സയന്റിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ പൂച്ചയെ തൊട്ടിട്ടും അതേപോലെ തന്നെ കഴുകണം. എന്തുവാണോ പ്രോട്ടോകോള്, നമ്മളിപ്പോൾ ഇവരെ തൊട്ടതിന് ശേഷം പോയി കൈ കഴുകുകയാണെന്നുണ്ടെങ്കിൽ പൂച്ചയെ തൊട്ടാലും അതേപോലെ കൈ കഴുകും, പശുവിനെ തൊട്ടാലും അതുപോലെ കൈ കഴുകും, കുതിരയാണെന്നുണ്ടെങ്കിലും ആടാണെന്നുണ്ടെങ്കിലും എരുമയാണെന്നുണ്ടെങ്കിലും പന്നിയാണെന്നുണ്ടെങ്കിലും ഒട്ടകമാണെന്നുണ്ടെങ്കിലും എന്തുവാണെന്നുണ്ടെങ്കിലും നമുക്ക് വാഷ് ചെയ്യാന്നുള്ളതാണ്. മനുഷ്യനെ ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യത്തില്ല. ആഫ്റ്റർ കൊറോണ അതൊരു പ്രോട്ടോകോളാണ്, അത്രേ ഉള്ളൂ. സെയിം ആണ് ഡോഗ് ആണെന്നുണ്ടെങ്കിലും ക്യാറ്റ് ആണെന്നുണ്ടെങ്കിലും. അപ്പം ഇതെന്ന് പറയുന്നത് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, അതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശം പറഞ്ഞതേ ഉള്ളൂ. എല്ലാത്തിന്റെ മനുഷ്യന്റെ ഉൾപ്പെടെ എല്ലാത്തിന്റെ സലൈവേനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി അതല്ല, നിങ്ങൾക്ക് വളർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലീജിയനിൽ എന്താ പറയുന്നതെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാനത് വായിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വായിക്കാത്ത കാര്യത്തിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയാനില്ല. സയന്റിഫിക്കലി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ വളർത്താവുന്നതാണ്. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ വളർത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ? പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകണ്ടേ? ഇപ്പൊ ഡോഗിനെ നമുക്ക് ഒരു ടെറിട്ടറിക്കകത്ത്, ഇവിടെ ഇപ്പൊ നമ്മളെ ചുറ്റും മതിൽ കെട്ടിയേക്കുന്നു. ഈ മതിൽ കെട്ടിയേക്കുന്നതിനകത്ത് ഇവരെ ഇട്ട് വളർത്താനായിട്ട് പറ്റും. ഇവരിതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അറിയാതെ പുറത്ത് പോകുന്നില്ല, വരുന്നില്ല. അപ്പൊ പുറത്ത് പോകുമ്പോഴും ഏതെങ്കിലും ആനിമലുമായിട്ട്, റാബീസ് ഉള്ള ആനിമലുമായിട്ടൊക്കെ കോണ്ടാക്ട് വന്ന് കടി കിട്ടാനാണ് ചാൻസ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വവ്വാൽ ടു മരപ്പട്ടി ടു ക്യാറ്റൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. പൂച്ചയ്ക്ക് വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പൂച്ചയ്ക്ക് ഒരു ലക്ഷണം ഉണ്ടായി കഴിഞ്ഞാൽ ഡോഗിനെ പോലെ വയലന്റ് ആയിരിക്കത്തില്ല, ഭയങ്കര സൈലന്റ് ആയിരിക്കും. അപ്പം നഖം കൊണ്ടു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാകാൻ സൈലന്റ് ആയിട്ടുള്ള ആ ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ പുറത്തുനിന്ന് ഇത് ആദ്യം കൊണ്ടുവരാനുള്ള സാധ്യത പൂച്ചയ്ക്കാണ് ഡോഗിനെ കാട്ടി കൂടുതൽ. പിന്നെ ആ പൂച്ചയിൽ നിന്ന് ചിലപ്പോൾ ഡോഗിനോട്ട് കിട്ടാം. ഡോഗിന് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇഷ്യൂ? ഒരുപാട് ഡോഗ്സ് സൊസൈറ്റിയിലുണ്ട്. അവരെല്ലാവരും ടെറിട്ടോറിയലായിട്ട് ഭൂമിയിൽ തറനിരപ്പിൽ കഴിയുന്നതാണ്. മനുഷ്യനായിട്ട് കൂടുതൽ കോണ്ടാക്ട് വരാൻ ചാൻസ് കൂടുതലാണ്. പൂച്ചയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതൊരു ഹൈറ്റിലോട്ട് പോയി എവിടെയെങ്കിലും കിടന്ന് വിശ്രമിക്കും. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷേ അതൊരു പെറ്റായിട്ടുള്ള പൂച്ചയാകുമ്പോൾ നമ്മൾ അതുമായിട്ട് കോണ്ടാക്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ സ്ട്രീറ്റിൽ നിന്ന് പൂച്ചയുടെ കടിയാക്കാനായിട്ട് റയർ ചാൻസേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കിയാൽ അവർ മുകളിലോട്ട് പോകും. ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് താഴെ നിൽക്കാനേ പറ്റത്തുള്ളൂ. വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ജസ്റ്റ് ഒരു നമുക്ക് ഉള്ള കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇതിനകത്ത് റിലീജിയസ് ആയിട്ട് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. സയന്റിഫിക്കലായിട്ട് പറയാനുള്ളതിനകത്ത് ഇത്രയും കാര്യമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റോട്ട് വീലറിനെ വളർത്താൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡോഗ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും വളർത്താം. അതല്ല നിങ്ങൾ നിങ്ങളുടെ റിലീജിയനിൽ മതത്തിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. കാരണം വളർത്താനായിട്ട് എടുത്തതിന് ശേഷം പിന്നെ സൊസൈറ്റിയിൽ നിന്നും അവരുടെ ആ ഒരു ക്ലോസ് കോണ്ടാക്റ്റുകളിൽ നിന്നുള്ള എതിർപ്പും അതേപോലെ ഫാമിലിയിൽ നിന്നുള്ള എതിർപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർ വഴിയാധാരമായി പോകും. അപ്പോൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് അത് മാത്രം ഫോക്കസ് ചെയ്യുക. പേഴ്സണൽ ഡിസിഷൻ ആണ്, ഞാനല്ല പറയേണ്ടത്, നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്.